അതിൽ എനിക്ക് തോന്നുന്നൊരു മെസ്സേജ് ഞാൻ വായിക്കാം. ആൻഡ് അബൌട്ട് ദ മെന്റാലിറ്റി ഓഫ് ദ സ്റ്റാഫ്. നമ്മൾ അവരുടെ ഔദാര്യത്തിൽ അവിടെ പഠിക്കുകയാണെന്ന ആറ്റിറ്റ്യൂഡൊക്കെ അവരുടെ മൂഡ് അനുസരിച്ച് നമ്മൾ മാറണം. അവർക്ക് ദേഷ്യം വരുമ്പോൾ അല്ലെങ്കിൽ ഫ്രസ്ട്രേഷൻ വരുമ്പോൾ അത് തീർക്കാനുള്ള മെഷീൻസാണ് നമ്മൾ. കരയാൻ പാടില്ല, അത് ക്രൊക്കഡൈൽ ടിയറാണ്. അത് നമ്മളെ ഒരു കാര്യവുമില്ലാണ്ട് അക്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ സത്യം പറയാൻ പാടില്ല, അത് ബാക്ക് ആൻസറിങ് ആകും. മിക്കപ്പോഴും ആ കോളേജിൽ നിന്ന് ചാടി ചാവാൻ തോന്നും. ഒരു പെൺകുട്ടി അയച്ച മെസ്സേജ് അതിൽ എന്ന് പറഞ്ഞാൽ കാലാകാലങ്ങളിൽ 2009 മുതൽ ഈ റാമും ഓരോരോ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെ പേരുകൾ കുട്ടികൾ പറയുന്നുണ്ട്. ഒരു ക്യാമ്പസ് അവിടെ ധർമ്മടത്ത് മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ തുടരുക, ആരും അറിയാതെ. ഒരു നിതിൻ പാവം ചാടി ആത്മഹത്യ ചെയ്തപ്പോൾ മാത്രമാണ് നമ്മൾ അറിഞ്ഞത്. അതിൽ തീർച്ചയായിട്ടും ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു അധ്യാപകന്റെ ഭാഗത്തു നിന്ന് ഒരിക്കലും ഒരു വിദ്യാർത്ഥിയോട് പെരുമാറാൻ പാടില്ലാത്ത രീതിയിലാണ് ഈ വിഷയങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇവിടെ നിതിൻ എന്ന് പറയുന്ന വിദ്യാർത്ഥിയുടെ ആത്മഹത്യയെ തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിലായി ആ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ പുറം ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവരുടെ അനുഭവങ്ങൾ യഥാർത്ഥത്തിൽ ഒരു ക്യാമ്പസിൽ നടക്കേണ്ട പ്രവർത്തനങ്ങളാണോ ഇതെല്ലാം എന്നുള്ളത് നമ്മൾ നെട്ടലോടുകൂടി തന്നെയാണ് ഉളവാക്കുന്നത്. ഒരു വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകന്റെ നേതൃത്വം എന്നുള്ള നിലയിൽ തീർച്ചയായും ഇത്തരം വിഷയങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി ഏറ്റെടുക്കണമെന്നുള്ളത് തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഇവിടെ സ്വാശ്രയ കോളേജുകൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വിദ്യാർത്ഥികൾക്ക് അവരുടെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം നടത്താൻ കഴിയുന്നില്ല എന്നത് മാത്രമല്ല, മറിച്ച് ഒന്ന് കൂടിച്ചേർന്നിരിക്കാൻ, ഒഴിവ് വേളകളിൽ ഒരു അവരുടെ കാര്യങ്ങളെക്കുറിച്ച് ഒരു ഫ്രീ ആയി സംസാരിക്കാൻ പോലുമുള്ള ഇടവേളകളില്ലാത്ത ഒരു കേന്ദ്രമായി, കേവലം വിദ്യാർത്ഥികൾ മാനസികമായി പീഡിപ്പിക്കുന്ന ഒരു കേന്ദ്രങ്ങളായി ഈ സ്വാശ്രയ കോളേജുകൾ മാറുന്നു എന്നുള്ള അപകടകരമായ അവസ്ഥയാണ് നേതൃത്വത്തിൽ ഈ നിതിന്റെ ആത്മഹത്യയും അതിനെ തുടർന്ന് അവിടുത്തെ വിദ്യാർത്ഥികളും ഇവിടുത്തെ അവരുടെ ശബ്ദ സന്ദേശങ്ങളും വിദ്യാർത്ഥികൾ നൽകിയിട്ടുള്ള ബൈറ്റുകളെല്ലാം തന്നെ ഇവിടെ സൂചിപ്പിക്കുന്നത്. തീർച്ചയായും ഇത് കേവലം ഒരു വൈകാരികമായി ഏതെങ്കിലും കേന്ദ്രങ്ങളിലേക്ക് മാത്രം ചുരുക്കി കാണേണ്ട പ്രക്രിയയല്ല, മറിച്ച് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിച്ചതോടുകൂടി മാനേജ്മെന്റുകൾക്ക്, അധ്യാപകർക്ക് എന്തും ചെയ്യാം എന്നുള്ള നിലയിലേക്ക് വിദ്യാഭ്യാസ മേഖലയെ, പ്രത്യേകിച്ച് രാജ്യത്തിന്റെ പ്രൊഫഷണൽ വിദ്യാഭ്യാസ രംഗത്ത്, ഇപ്പൊ മെഡിക്കൽ വിദ്യാഭ്യാസ രംഗം പോലെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ രംഗത്ത് അധ്യാപകർ തീരുമാനിക്കുക. നമ്മുടെ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രവർത്തനാനുമതിയില്ല. അതുകൊണ്ട് ഒരു ചെകുത്താൻകോട്ടയിൽ ഈ പറയുന്ന കാളകളെ കശാപ്പ് ചെയ്യുന്ന ഈ പറഞ്ഞ കൊലമുറികളായ ക്ലാസ് മുറികൾ മാറട്ടെ എന്ന് വരെ നമ്മൾ മാറി നിൽക്കുക. അതിൽ സർക്കാരിന് ഉത്തരവാദിത്വമില്ലേ? നിങ്ങൾക്കടക്കം വിദ്യാർത്ഥികൾക്ക് ഒരു ഉത്തരവാദിത്വമില്ലേ? ബാക്കി ആർക്കും ഒരു ഉത്തരവാദിത്വമില്ലേ? തീർച്ചയായും വിദ്യാർത്ഥി സംഘടനകൾക്ക് തീർച്ചയായിട്ടും ഉത്തരവാദിത്തമുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ കുറെ കാലഘട്ടങ്ങളായി ഈ സ്വാശ്രയ മേഖലയിലെ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ ഇടപെടാൻ ശ്രമിക്കുന്ന വിദ്യാർത്ഥി സംഘടനയാണ്. ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ പറഞ്ഞ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പോലും ഇതിന്റെ മുന്നേ വിഷയങ്ങൾ ഉണ്ടായി ഉടലെടുത്ത സമയങ്ങളിൽ അവിടുത്തെ വിദ്യാർത്ഥികളുടെ നിരവധി പ്രശ്നങ്ങൾക്കകത്ത് ഇടപെട്ടിട്ടുള്ള വിദ്യാർത്ഥി സംഘടനയാണ്, അവിടെ സമരങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള വിദ്യാർത്ഥി സംഘടനയാണ്. പക്ഷെ അപ്പോഴൊക്കെ ഉണ്ടാകുന്ന പ്രതിസന്ധി എന്താണ്? ഈ മാനേജ്മെന്റിന്റെ അവരുടെ സ്വയംഭരണാധികാരങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ സമരങ്ങളുടെ ഭാഗമായി വന്ന, അല്ലെങ്കിൽ ഈ ക്യാമ്പസിൽ ഇത്തരം പ്രശ്നങ്ങൾ നടക്കുന്നു എന്നുള്ളത് പുറം ലോകത്ത് എത്തിക്കുന്ന ആ കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന വിദ്യാർത്ഥികളെ ടാർഗറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് ഈ മാനേജ്മെന്റുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ള മുഴുവൻ സ്വാശ്രയ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലും കയറി ചെല്ലാനും അവിടെ വിദ്യാർത്ഥി സംഘടനകളെ രൂപപ്പെടുത്താനും അവിടെ വിദ്യാർത്ഥികൾക്ക് തുറന്നു പറയാൻ, ധൈര്യത്തോടു കൂടി അവരുടെ അവകാശ ലംഘനങ്ങളെ കുറിച്ച്, അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന മാനസികമായ പീഡനങ്ങളെ കുറിച്ച് തുറന്നു പറയാനുള്ള വേദികൾ രൂപപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് ഒരു പൊതുസമൂഹത്തിൽ നമുക്ക് ഈ പ്രശ്നത്തെ മുൻനിർത്തിക്കൊണ്ട് ചെയ്യാൻ വേണ്ടി. ഇന്റേണൽ മാർക്ക് എന്നൊരു ദുഷ്ടായുധം ഉറവക്കലുണ്ട്. എന്തെങ്കിലും കമാന്ന് മിണ്ടിയാൽ അത് വെച്ച് ഉപദ്രവിക്കും, എന്നിട്ട് ഈ പറഞ്ഞ ഇയർ ബാക്ക് ആക്കും, നശിപ്പിക്കും, ഭാവി തുലയ്ക്കും, 5 വർഷത്തെ കോഴ്സ് 10 വർഷമാക്കും. അത് കഴിയുമ്പോഴേക്കും അവരുടെ ജീവിതം കട്ടപ്പോഹ. അതാവാതിരിക്കാൻ ഒരു സംവിധാനം ഉണ്ടാവണം. അധ്യാപകർ പീഡിപ്പിക്കുകയാണെങ്കിൽ പേരും ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ കൃത്യം ആൾക്കാരോട് പറയാനുള്ള ഒരു സംവിധാനം ഇനിയും നമ്മുടെ നാട്ടിൽ ഉണ്ടാവുന്നില്ല എന്നത് പ്രശ്നമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.